ലോർഡ്, വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഇന്ന് പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ ചിന്തക്കായിട്ട് അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം അതിന് 2-ാം വാക്യം. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജാതികനായിരിക്കുന്ന കൊർന്നലോസ് എന്ന് പറയുന്ന ദൈവ ഭയമുള്ളവനും ദൈവഭക്തനുമായിരിക്കുന്ന ആ ജാതികനായിരിക്കുന്ന ജാതിയൻ്റെ അടുക്കിലോട്ട് നമുക്ക് അവിടെ ആ വചനവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ കൊർന്നലോസ് എന്ന് പറയുന്ന ദൈവഭക്തനും ദൈവത്തെ ഭയപ്പെടുന്നവനും ദാനധർമ്മങ്ങളെ കൊടുക്കുന്നവനുമായ ഒരു ദൈവഭക്തനെ അവിടെ കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 9 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പത്രോസിനെ ദൈവം ആത്മവിവിശുദ്ധയിലോട്ട് അല്ലെങ്കിൽ ആത്മവിവിശുദ്ധക്കകത്തോട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദർശനത്തിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 24 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ പത്രോസ് കൊർന്നലോസിൻ്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുന്നു. പത്രോസ് അവിടെ കടന്നു കൊർന്നലോസിനോടും അവൻ്റെ ഗൃഹത്തോടും സകലരോടും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. പ്രസംഗിച്ച തിരുവചനത്തിൽ നിന്നും അത് കേട്ട സകലരുടെ മേലും വചനം കേട്ട സകലവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് വെളിപ്പെടുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു സമയത്തിനകത്താണ് ഇപ്പോൾ നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അപ്പോൾ ഒരു ജാതികനായിരിക്കുന്ന കൊർന്നലോസ് ഇത്തേലിക്ക എന്ന പട്ടണത്തിൽ 100 പേർക്ക് അധിപനായിരിക്കുന്ന സൈന്യാധിപൻ, ഹല്ലേലൂയ, ആ വ്യക്തി അല്ലെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന ആ ദൈവ മനുഷ്യൻ, അവൻ കർത്താവിനെ അറിഞ്ഞിട്ടില്ല, പക്ഷെ ദൈവഭയമുള്ളവനാണ്, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്. അവൻ മാത്രമല്ല, അവൻ്റെ ഗൃഹമൊക്കെയും ആ ദേശം മുഴുവനും ദൈവത്തെ ഭയപ്പെടുന്നവരാണ്. അതിൻ്റെ മധ്യത്തിലോട്ട് അവർ കർത്താവിനെ പൂർണ്ണമായും വചനം കേട്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരണം, അവർ സ്നാനപ്പെടണം. അങ്ങനെ ഒരു വലിയൊരു വിവശതക്കകത്തോട്ട് ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തലനെ ദൈവം 4 കോണും കെട്ടിയിറക്കിയ തൂപ്പെട്ടി ഇറക്കി കൊടുക്കുന്നു. പത്രോസ് ഉടനെ പറയുന്നു, ദൈവമേ, ഇതൊന്നും ഞാൻ ഭക്ഷിക്കത്തില്ല, ഇതെല്ലാം എനിക്ക് മലിനമെന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് ഉടനെ പത്രോസിനോട് പറയുന്നു, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണരുത്. ഇപ്പോൾ നീ യോപ്പയിലേക്ക് ആളയച്ച് ലൊക്കേഷൻ അടക്കം റൂട്ട് അടക്കം പറഞ്ഞു കൊടുത്ത് കൊർന്നലോസ് 3 പേരെ യോപ്പയിലേക്ക് തോൽക്കൊല്ലനായ ശീമോൻ്റെ ഭവനത്തിലായിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന വെൺമാടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പത്രോസിൻ്റെ അടുക്കിലോട്ട് ആ 3 പേരെ അഴച്ചു. അവിടെ ചെന്നു പത്രോസും അവരോടൊപ്പം യാത്ര ചെയ്തു. കൊർന്നലോസിൻ്റെ ഭവനത്തിൽ വരുന്നു. ഹല്ലേലൂയ. വചനം കേട്ട സകലരുടെ മേലും അവർ പത്രോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പരിശോധനക്കാർ പോലും അമ്പരന്ന് പോയി. കാരണം സ്നാനപ്പെട്ടിട്ട് ഏറിയ നാളുകൾക്ക് ശേഷം മാത്രം ലഭിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിധ വചനം കേട്ട സകലരുടെ മേലും ആത്മാവിറങ്ങി. അവർ ആ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. കാരണം അങ്ങനെ ഒരു ഹൃദയമുള്ള ഒരു വലിയ കുടുംബമാണത്, ദേശമാണത്, ആഗ്രഹമൊക്കെയും അങ്ങനെ ഒരു ആർത്തിയുള്ള ഒരു കുടുംബത്തെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ ദൈവ പൈതലുമേ, നിങ്ങൾ ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കണ്ടുകൊണ്ട് എഴുന്നേൽക്കുക. അനേകരെ ഹാലലുയ പാരമ്പര്യത്തിൽ കിടക്കുന്നതിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരിക. അങ്ങനത്തെ ഒരു അഭിഷേകമാണ് ഇന്ന് നിങ്ങളുടെ മേൽ കർത്താവ് നിറച്ചിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഏത് മേഖലകളിലാണോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ആ മേഖലകളെ നോക്കി പറയണം, ഞാനൊരു വിക്ടറിയാണ്, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ നിറച്ച ദൈവം നിന്നെ വിളിച്ച് നിന്നെ ദൈവിക നിയോഗത്തിനകത്തോട്ട് ഹല്ലേലൂയ അഭിഷേകം ചെയ്ത ദൈവത്തിൻ്റെ വചനത്തെ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഇത് കേൾക്കുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.